സാറേ, ഈ ത്രേസ്യാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട് ഏതാ? ഇയാളുടെ വായിൽ ഇത് പഴോ? ചിലപ്പോ പൊട്ടനായിരിക്കും. എവിടെ പോയിട്ട് വരുന്നു? ടൈപ്പ് കഴിഞ്ഞിട്ട്. ഇതെന്താ ചാക്കിട്ടൊക്കെ ആയിട്ട്? ഞാൻ ആ ത്രേസ്യാമ്മയുടെ വീട് വരുന്നു പോവാ. ചേട്ടാ, ഈ ത്രേസ്യാമ്മയുടെ വീട്ടിലുള്ള വഴി ഏതാ? നേരെ അങ്ങ് വിട്ടാ മതി. നേരെ പോയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലടോ. അവിടെ എത്തുമ്പോ അവള് എന്നെ വിളിച്ച് കയറ്റിക്കോളൂ. ഓരോ ഇറങ്ങിക്കോളൂ ജാക്കോട്ടായിട്ട്. പണ്ടൊക്കെ രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫുൾ ടൈം ആയെന്നാ തോന്നുന്നത്. അവളുടെ സമയം കൊള്ളാം. ഇവിടെ ആരും ഇല്ലേ? എസ് ഐ സാർ നന്നായിച്ചാ? ഏതാ മനസ്സിലായില്ല. ഞാനിവിടെ സ്റ്റേഷനിൽ പുതിയായിട്ട് വന്നാ. പോവാന്നോ? അതെന്നാ പോക്കാ? കേറിയിരിക്കെ, ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് വാ. അല്ലേ ചൂടായിട്ട് എന്തേലും ഇത്തിരി. എനിക്കൊന്നും വേണ്ട. ഓ, എന്നാ പേടിയാന്നേ. ഞാൻ പിടിച്ച തിന്നത്തൊന്നും ഇല്ല. അയ്യോ, എനിക്കൊന്നും വേണ്ട. എന്നെ വിടുവേ. വിട്. അയ്യോ, എങ്ങനെയുണ്ട് എന്റെ ബംഗ്ലാവ്? കൊള്ളാം സാർ. ഇത് എനിക്ക് ആകെയുള്ള ഒരു ഭാര്യ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന ആളാ, ശ്രീനിവാസൻ. എവിടെയാ വീട്? കല്ലൂപ്പറയല്ല. ആഹാ, അവിടെ വാലിയമിറ്റെന്ന് പറഞ്ഞൊരു വീടുള്ളത് അറിയോ? അറിയാം. എന്റെ ചെറിയമ്മയുടെ മൂത്ത മകളുടെ ഭർത്താവിന്റെ സഹോദരിയെ കെട്ടിച്ചയച്ചിരിക്കുന്നത് അങ്ങോട്ടാ. ഓ, അവരൊക്കെ അവിടെ തന്നെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. നീ പോയി ചായ ഇടാൻ നോക്ക്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്കാ. കെട്ടിയിരിക്കണ ഒരു സാറാ, ഗോപാലേഷൻ. അറിയാം. അമ്മയുടെ എന്തൊരു അടുത്ത ബന്ധം കൂടി ഉണ്ട്. ആണോ? കണ്ടോ കണ്ടോ, പറഞ്ഞു വരുമ്പോ രക്തബന്ധം ഇല്ലെങ്കിലും ബന്ധുക്കളായിട്ട് തന്നെ വരും. പിന്നെ എടോ ശ്രീനി, എനിക്ക് തന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. അതിപ്പോ പോയി. അല്ല, ഇവിടെ എവിടെയാ താമസം? തൽക്കാലം സ്റ്റേഷനിൽ തന്നെയാ. ഒരു വീട് നോക്കണം. അതിപ്പോ ഇവിടെ വീടാണെങ്കിൽ. മതി മതി മതി, നിർത്തതിന്റെ കിന്നാരം. വീടിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വീട് നോക്കാൻ പോണ ഒരാളെ. അയ്യോ, എന്നാ എന്നെ മരുന്ന്. എന്താ അസുഖം? പ്രഷർ അല്ലാതെന്താ, ശരീരമാണ് ഈ പണിയെടുക്കണ്ടേ? ഓ പിന്നെ, ഇവിടുത്തെ പണിയൊക്കെ ഏമാനല്ലേ? മതി 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 മതി, വല്ലതും കുടിക്കാണ്ടെങ്കിൽ എടുക്ക പോയിട്ട്. ശ്രീനിത അവിടെ ഇരിക്കെ, ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരട്ടെ. വാ ഇരിക്കെ, ഇപ്പൊ വരാം. 5 മിനിറ്റ്. ശരി സാർ. അതെ, ഒന്നകത്തേക്ക് പോണമായിരുന്നു. അതിനെന്താ, പൊക്കോളൂ. അല്ല, നിങ്ങളുടെ ഈ നിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെയും പാറാവ് തുടങ്ങിയെന്ന്. കളിയാക്കിയതാ? അല്ലല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ വേറെ ഒരു ജോലി കിട്ടാഞ്ഞിട്ടാണോ പോലീസിൽ ചേർന്ന്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കണ്ടപ്പോ അങ്ങനെ തോന്നി. എടോ ശ്രീനിവാസ, നിനക്ക് സംഗീതം വശമുണ്ടോ? അല്പമൊക്കെ. ഈ കഥകളിപ്പദം വല്ലതറിയോ? പിന്നെ എന്ത് കലാകാരനാണോ താൻ? കുണ്ടിത നായക. ഒന്ന് പോടോ. കുണ്ടിത നായക നന്ദിനിക്കൊത്തോരോ പെണ്ണില്ല മണ്ണില്ല തുണനവും. എത്ര കാലായി ഒരു നല്ല കഥകളി കണ്ടിട്ട്. ഇപ്പൊക്കെ സായിപ്പ്മാർക്ക് കാണാൻ വേണ്ടി ഒരുതരം കാട്ടിക്കൂട്ടലല്ലേ, വികൃതം, ഗോഷ്ടി. സാറേ, ആരോടെ? ഞാനാ സാറേ കള്ളം വരിയത്. ഒരുത്തൻ പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ വന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കണ്ടില്ലേ കള്ളനാണെന്ന്. ഈ നാട്ടിൽ എന്തിനാ പോലീസ്? എന്താണോ ഉറങ്ങണം സാർ. അതിന് ഞാൻ എന്ത് വേണം, താരാട്ട് പാടണം? അയ്യോ വേണ്ട സാർ, ഇന്നത്തേക്ക് ഇവിടെ ഒന്ന് കിടന്നോളാൻ SI അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓ, അതേതായാലും നന്നായി. ഇന്നൊക്കെ ഒരു ദിവസത്തെങ്കിലും നാട്ടുകാർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. ശ്രീനിവാസ, ആ സെല്ലും തുറന്നു കൊടുത്തേ, കിടന്നോട്ടെ. അപ്പോ ഇത് നമ്മൾ ഉറപ്പിക്കുന്നു. പാർട്ടിയെ കണ്ട് വേണ്ട ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്താണ് പരിപാടി അമ്മാവോ? അമ്മ നിന്റെ അമ്മ നായർ പോടാ. രാജപ്പനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, അവന്റെ വാല. ആനയും പേടിക്കണം, ആന പുണ്ടത്തെയും പേടിക്കണം. സാറിന്റെ കട ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. വരണം, ഒരു ചായ അടിച്ചിട്ട് വാ. വന്നട്ടെ. ഈ കരിമ്പാറയുടെ ഒക്കെ ഒരു ഇടപാട് വേറൊരു മനുഷ്യനാണ് കെടുത്താൻ. ഈ കാട്ടുമുക്കില പറയാൻ പറ്റില്ലെന്നേ. വല്ല കള്ളന്മാരും കയ്യിലൊന്ന് ചാടിയാലോ? കള്ളന്മാർ എന്റെ കയ്യിൽ വന്ന് ചാടാൻ വേണ്ടി ഇങ്ങനെ ഉറക്കൊഴിച്ച് നടക്കല്ലേ. അവർക്ക് ഫുൾ നൈറ്റ് വേറെ പണി ഉണ്ടാക്കാന്. ഇത് വെറുതെ ഉറക്കുളക്കാൻ വേണ്ടി
ഞാൻ ഏതായാലും പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. താനും പോയി കിടന്നു. എന്നാലും നമ്മുടെ ഡ്യൂട്ടി കുന്തം ഇനി ഇപ്പൊ രാത്രി മഞ്ഞും കൊണ്ട് ഉറക്കൊഴിഞ്ഞ് നടന്നാ കിട്ടാൻ പോയല്ലേ രാഷ്ട്രപതിയുടെ. താൻ വേണേ നടന്നു, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. നമുക്ക് വീട്ടില് പെണ്ണും പിടക്കോഴൊക്കെ ഉള്ള ആചാനെ. ഗുഡ് നൈറ്റ്. അവിടെ നിൽക്കാൻ നാശം അവിടെ നിൽക്കാൻ ആള് പോയതുകൊണ്ടല്ലേ അവൻ ഇതിനകത്തോട്ട് കയറിയെന്നാ തോന്നുന്നു. എന്തുവാ സാറേ, എന്ത് പറ്റി? ഒരു കള്ളൻ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അയ്യോ, എന്റെ ഈശോ വിശ്വ തമ്പുരാനെ. തേങ്ങാക്കള്ളം നാണുമായിരിക്കും സാറേ. ആഹാ, ആ ഞാനൊന്ന് കേറി നോക്കിയല്ലോ. ഇങ്ങോട്ട് വലിച്ച് പുറത്തിടണം സാറേ. അവന്റെ കഥ നിങ്ങൾ കഴിച്ചു തരാം. കേറി നോക്കാല്ലേ? ഒന്ന് കയറി നോക്കണം സാറേ. ചെല്ലണം സാറേ. ആ കഴിവണ്ട പോനെ. കള്ളം പോയി പുറകു വശത്ത് വെയിൽ വിളിച്ചവൻ ആ വഴി പോയി. എന്നാ അത് നമ്മ വഴിയില്ല. നിങ്ങൾ ഈ വഴി വിട്ടോ. വടക്കക്കര സ്റ്റേഷൻ. ഇത് പോസ്റ്റ് ഓഫീസിൽ ഇവിടെ മാർക്കറ്റിൽ ആകെ പ്രശ്നമാ. ഉടൻ പോലീസ് എത്തിയേ പറ്റൂ സാർ. കാര്യം പറയോ സാർ? ഫയൽമാൻ അറുപത് പിള്ളക്ക് ഭ്രാന്തമായിരിക്കുന്നു സാർ. അത് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ കാര്യം? ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. ആരും അടുക്കുന്നില്ല സാർ. അടിച്ച് താഴെ ഇടുക. അയ്യോ സാർ, ഒരു കട തല്ലി തകർത്തു കഴിഞ്ഞു സാർ. ഒരു വാൻ പോലീസെങ്കിലും ഉടനെ കയറ്റിയേ പറ്റൂ സാർ. ആ വരാം. താങ്കടന്ന് കീറാതെ. ശ്രീനിവാസൻ സാർ, മാർക്കറ്റിന് അവിടെ ഒരുത്തം കിടന്ന് ബേളം ഉണ്ടാക്കുന്നു. എന്നെ വിളിച്ചോണ്ട് വാ. ബലം എടുക്കണോ സാർ? വേണ്ട, ചെന്ന് വിളിച്ചാ മതി, കൂടെ പോരും. കൊല്ലമില്ലാത്തിനെ എങ്ങോട്ടാ സൈക്കിളിൽ പറക്കുന്നേ? ഒരു പുള്ളി അറസ്റ്റ് ചെയ്യാൻ പോവാ. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. എസ് ഐ സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ പല കേസുകൾക്ക് എന്നെ തനിച്ചാ വിടാറ്. എന്റെ പേരിലുള്ള വിശ്വാസം കൊണ്ടാണേ. അതെ അതെ. സംസാരിച്ച സമയമില്ല, ഞാൻ പോട്ടെ. അടിക്കല്ലേ സാറേ, മുഴുവൻ വട്ട. ഇപ്പൊ 4-5 അടിച്ച് താഴെ ഇട്ടതേ ഉള്ളൂ. ഞാൻ സംസാരിച്ചു നോക്കാം. എന്താ അയാളുടെ പേര്? പിള്ള. സാർ ഒറ്റയ്ക്ക് പോകാതിരിക്കാണ് ബുദ്ധി. സാറേ പോലെ സാറേ 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 പോകല്ലേ. അടി അടുത്ത് വന്ന അടി കൊല്ലി. താഴെ 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 ഇട്ടോ. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. എന്റെ ഗുരുവായൂരപ്പ
ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ശ്രീനിവാസ, ചൂട് പിടിച്ചില്ലെങ്കിൽ നീര് വരും. കുട്ടികളെ പോലെ കിടന്ന് കരയാ. ഒന്ന് അടങ്ങി കിടക്കണോ? സൈക്കിളിലെ പറക്കല് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ. ദാ ഇപ്പൊ പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞല്ലേ പോയത്. പെണ്ണെ വാങ്ങിക്കുന്നതിന്റെ അയാൾ എന്നെ എടുത്തെറിയ ഞാൻ വിചാരിച്ചോ? എടോ, മുഴുവട്ടുള്ള ഒരുത്തനെ, അതും പർവ്വതം പോലെ ശരീരമുള്ള പിള്ളയെ താനല്ലാതെ കേറി പിടിക്കാൻ പോകും. അല്ല, തന്നെ ഒറ്റയ്ക്ക് ആ കരിമ്പാറ അങ്ങോട്ട് അയച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതെ, അയാൾക്ക് തന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ?